പരിശുദ്ധാത്മാവേ 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 ദൈവവിളികള് മനസ്സിൽ ഈശോ അഭിഷേകമായി തോന്നിച്ചിരിക്കുന്നവരുടെ മേൽ ശരീരത്തിന്റെ ആത്മാ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായ പല പല കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മരുന്നിൽ മരിക്കണമെന്ന് തോന്നിക്കുന്നവരുടെ മേൽ കർത്താവ് തീരുമാനം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the name of Jesus Christ be healed. ശുദ്ധജീവികളുടെ കടികൾ കൊണ്ടും ചില മരുന്നുകൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ മരുന്നുകൾ പലപ്പോഴും കഴിച്ചിട്ട് അതിൻ്റെ തന്മാത്രയുടെ കോമ്പൗണ്ടിൻ്റെ പെശകൾ കാരണം ചിലർക്ക് വിഷരക്തം ഉണ്ടായിട്ടുണ്ടെന്ന് ഈശോ പറയുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായി തളയ്ക്കപ്പെടുകയും
വിശുദ്ധമായ രക്തത്താൽ നിന്റെ ശരീരം ആരോഗ്യസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന സന്ദേശമുണ്ട്. വല്ലാത്ത മരവിപ്പും അവിചാരിതമായ തളർച്ചയും ഒക്കെ അനുഭവിക്കുന്ന ശരീരങ്ങളെ നിമിഷം ശരീരത്തിൽ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ചിലരുടെ തലയിൽ തെറ്റായ ധാരണകൾ നൽകിയിട്ട് ഗതി പിടിക്കാത്ത അവസ്ഥകൾ, എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് ഇന്നത് കൊണ്ടാണ്, എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ഞാനൊരു കാലത്തിന് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ തലവിധികൾ കർത്താവ് പൊളിച്ചെടുത്തുന്ന ശ്രുതികട്ടെ. ഞങ്ങളുടെ ധാരണകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തകളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിത ദൈവത്തിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിലെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ബിബ്ലിക്കൽ ഫോർമുലയാണത്. ബൈബിളിൻ്റെ വെളിപാട് കാലം മുതൽ തന്നെയുള്ള ഒരു ബൈബിൾ സൂത്രവാക്യമാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ പവർ നമ്മൾ പവർലെസ്സായി കഴിയുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ മനസ്സ്, കർത്താവ് പറഞ്ഞില്ലേ, ബോഡിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ടാകും. മനസ്സൊക്കെ പവർഫുള്ളാകും, പക്ഷേ മനസ്സ് എത്തണ സ്ഥലത്തേക്ക് ശരീരം നടന്നെത്തത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസസ്മെൻ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ച പിടിച്ച് കിടക്കുന്നത്. എന്താണ്? ദൈവം അവസാനം ഇത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാതിൽ, ധാരണയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. ഒരിക്കലും അടക്കാത്തൊരു വാതിലാണത്. ഏത് കാലാവസ്ഥയിലും നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഈ കാർഡ് നമ്മളെ കാണിക്കും. അത് വലിയൊരു ആശ്വാസമാണ്. എന്താണ്? നിനക്ക് മനസ്സുണ്ട്, പക്ഷേ നിൻ്റെ ശരീരം വീക്കാണ്. അതെന്ത് രസമാണ് കേൾക്കാൻ. അതെപ്പോഴാണ്? ചോര വിയർക്കണ സമയത്ത് പോലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കൈയടിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷ കുഞ്ഞുമോൻ. ഞാൻ കോതമംഗലം നെല്ലിക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2020 ജനുവരി 22 അതിനുശേഷം കൊറോണ വന്നതുകൊണ്ട് ഞാനത് ഉഴപ്പിപ്പോയി. പിന്നീട് വന്ന് ഞാൻ പുതുക്കിയത് 2024 മാർച്ചിലാണ്. മാർച്ചിൽ വന്ന് ഉടമ്പടി പുതുക്കി. അതേ 2024 ജൂണിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹവും ഈശോ തന്നു. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കുട്ടി കൃപാസന പത്രം കൊണ്ട് തന്നിരുന്നു. അതുവഴിയാണ് വന്നത്. അതിക്ക് മുമ്പേ ഞാൻ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ പത്രം കിട്ടിയത് പിന്നീടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട് വിറ്റതിനെ പറ്റിയും അത് വിൽക്കാനുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട് വിറ്റ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. വീട് വിറ്റതിന് ശേഷം ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 10 സെൻറ്റ് സ്ഥലം. ആദ്യം വിറ്റത് 6 സെൻറ്റ് സ്ഥലവും വീടുമായിരുന്നു. രണ്ടാമത് ഞാൻ ആഗ്രഹിച്ചത് 10 സെൻറ്റ് സ്ഥലമാണത്. എനിക്ക് കുറേ ചെടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എഴുതി. കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു 7-8 സെൻറ്റ് സ്ഥലമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ എഴുതിയപ്പോൾ 10 സെൻറ്റ് എന്ന് എഴുതി. കാരണം കോതമംഗലം നെല്ലിക്കുഴി ഭാഗത്ത് സ്ഥലത്തിന് നല്ല വിലയാണ്, വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, ഏരിയയാണ്. എങ്കിലും ഞാൻ അങ്ങനെ എഴുതി വെച്ചു.
അമ്മയോട് ഞാൻ എന്നിട്ട് ഒരു വില ഞാൻ പറഞ്ഞു, ഈ വിലയ്ക്കുള്ളിൽ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടണം അമ്മേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വിലയ്ക്ക് തന്നെ എനിക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചു. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പെരവയ്ക്കാനുള്ള പൈസ ബാലൻസ് ഇല്ലായിരുന്നു, കുറച്ച് പൈസയെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പണയം എടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് കല്യാണം കഴിഞ്ഞ് 10 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വാടകയ്ക്ക് പോകാനോ പണയത്തിന് പോകാനോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വാടകയ്ക്ക് വരില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഇച്ചിരി വാശി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എന്ത് വന്നാലും ഞാൻ ഇനി വാടകയ്ക്ക് പോകില്ല, അമ്മ മാതാവ് അതിനുള്ള ഇതുണ്ടാക്കി തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, തറ പണിതിടാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. തറ പണി തുടങ്ങി, എന്താ പറയേണ്ടതെന്നറിയില്ല, തറ പണി തുടങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ 85-ാമത്തെ ദിവസം ഞങ്ങൾ വീട് വെഞ്ചരിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് വീട് വെഞ്ചരിച്ച് ഞങ്ങൾക്ക് അവിടെ കയറിക്കൂടാൻ സാധിച്ചു. അതിന് കാരണം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ വാനം തൊടുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കല്ലിടുന്നതിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കട്ട്ള വെപ്പിൻ്റെ തലേ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ഉടമ്പടി തിരി ബാക്കി വരുന്ന ചെറിയ തിരികൾ കൊണ്ടുപോയി അവിടെ കത്തിച്ച് വെച്ചാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. പിന്നെ കൂടെ കൊണ്ടുപോയി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 85-ാമത്തെ ദിവസം തന്നെ വലിയ കടമൊന്നും ഇല്ലാതെ തന്നെ, അതെങ്ങനെ നടന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോഴും അത് പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ കെട്ടിടം എല്ലാ പണിയും തീർത്ത്, വർക്ക് ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് കയറി കിടക്കാൻ സാധിച്ചു. പിന്നീട് ഇപ്പോൾ ഈ 1 വർഷമാവുന്നു ഞങ്ങൾ കെട്ടിടം പണി കഴിഞ്ഞിട്ട് താമസം തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തിനുള്ളിൽ ചില്ലറ കടങ്ങളുണ്ടായതെല്ലാം ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു, വർക്ക് ഏരിയ എടുക്കാൻ സാധിച്ചു. അതിനൊക്കെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. പിന്നീട് അമ്മ മാതാവിനോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അമ്മ മാതാവേ പണി തീർത്ത് എനിക്ക് കയറി കിടക്കാൻ പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് വെച്ചേക്കാം മുറ്റത്ത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വെക്കാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. ഞാൻ അതുപോലെ ഒരു ചെറിയ ഗ്രോട്ടോ പണിത് ഞാൻ അമ്മ മാതാവിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെരപണിയാണയ്ക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തത്, സ്ഥലത്ത് കിണർ വേണമായിരുന്നു. പെരപണിയാനുള്ള വെള്ളം വേറെ ഒരിടത്തും കിട്ടാനില്ല. കിണർ പണി തുടങ്ങി. കിണർ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറ്റി വെച്ചു. ഒരു ഇക്കായാണ് വന്ന് കുറ്റി വെച്ചത്. കുറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മ ഒരു വ്യാഴാഴ്ചയാണ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവേ ഞായറാഴ്ച ആകുമ്പോൾ ഇത് എത്ര കോല് താഴുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞായറാഴ്ച അവിടെ വെള്ളം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്, ഒരടയാളം അമ്മ എനിക്ക് തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു 4 കോല് പോലും താന്നില്ല, അവിടെ കരിമ്പാറയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടി തകർന്നുപോയി. പൈസ ഇല്ലാത്ത സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. രാവിലെ 5:30 പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ കരഞ്ഞപ്പോൾ മെഴുകുതിരി വല്ലാണ്ട് പൊട്ടിത്തെറിക്കണം. ഇങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കി. എനിക്കിത് ഒരുപാട് അനുഭവം ഉള്ളതാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, തിരികത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മെഴുകുതിരി ആളിക്കത്തും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മെഴുകുതിരിയോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മെഴുകുതിരി ആളിക്കത്തുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ കരച്ചിലൊക്കെ തന്നെ നമ്മുടെ നിൽക്കും. എൻ്റെ കരച്ചിലപ്പോഴേക്കും നിന്നപ്പോഴേക്കും മെഴുകുതിരി വീണ്ടും കത്തി തുടങ്ങി. അന്ന് കുർബാനയ്ക്ക് പോയി, ഞായറാഴ്ചയായിരുന്നു. കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും പിള്ളേരും സ്ഥലത്ത്, ചേട്ടൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയിട്ട് കരണ്ടിന് വേണ്ടിയിട്ട് മീറ്റർ പിടിപ്പിക്കാനുള്ളൊരു സാധനം പണിയണമായിരുന്നു. അതിന് വേണ്ടി ചേട്ടൻ നേരത്തെ പോയിരുന്നു. ഞാനും പിള്ളേരും രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് പോയി നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ 4 കോല് പോലും താന്നിട്ടുള്ള പാറ കണ്ടു. തലേ ദിവസം തന്നെ പാറ പൊട്ടിക്കാനുള്ള ആളെ കൊണ്ടുവന്ന് ചേട്ടൻ വൈകുന്നേരം 5:30 ആയപ്പോൾ കാണിച്ചിട്ടാണ് ചേട്ടൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പോയി ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കിണറിലൊന്ന് നോക്കിയേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിയേന്ന് ചോദിച്ചു. പറഞ്ഞു ഉറവ പോലെ എന്തോ ഒന്നാ കിണറിൽ കാണുന്നടി പാറയിൽ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉറവ പൊട്ടി വരുന്നതാണ്, പാറയിൽ നിന്ന് ഉറവ പൊട്ടി വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് പിള്ളേരും
പിള്ളേർക്ക് കുറച്ച് വിശ്വാസത്തിൻ്റെ ഇതിലൊക്കെ ഇച്ചിരി ഇതുള്ള പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ വേഗം പറഞ്ഞു പിന്നെ വല്ല മൃഗങ്ങളും ഇറങ്ങി മുള്ളിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഉറവ നമുക്ക് കണ്ടറിയാം, മണലരിച്ചരിച്ചിറങ്ങി വരുന്നത് കണ്ടറിയാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ കിണറുതാത്ത് നിൽക്കാൻ അപ്പം തന്നെ വിളിച്ചു വരുത്തി അയക്ക് ഇറങ്ങി നോക്കിയിട്ട് പറഞ്ഞു അത് ഉറവ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് 5-6 തവണ പൊട്ടിക്കേണ്ടി വന്നെങ്കിലും ഞങ്ങൾക്കുള്ള വെള്ളം കിട്ടി. പിന്നെ വേനയ്ക്ക് കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോഴും ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ഉപ്പും കലർത്തി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിലിട്ടു. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ കിണറിലുണ്ട്. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഈ ഇടതുവശത്തെ കഷത്തെ ഒരു മുഴ കണ്ടു. ഒരു നെല്ലിക്കാ മുഴുപ്പിലൊരു മുഴയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്ത് വല്ല വാതപ്പരുവൊക്കെ വന്നതായിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഴ തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയേക്കണ ഒരു വലിയ അനുഗ്രഹമാണ്. എന്ത് ടെൻഷൻ വന്നാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പിന്നെ അത് അത്ര വലിയ കാര്യമാക്കി എടുക്കില്ല. ഞാൻ പിന്നെ അത് മറന്നുപോയി. പിന്നെ ഇടയ്ക്ക് കുളിക്കുമ്പോഴൊക്കെയാണ് ഞാനത് ഓർക്കുന്നുള്ളൂ. പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസ്സാരമല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ പിള്ളേരോട് പറഞ്ഞില്ല, ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു മുഴ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ നോക്ക്, വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കുളി കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം വല്ല പുരട്ടിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇത് കൊണ്ടിട്ട് ഞാൻ ആശുപത്രിയിൽ പോയാൽ ബയോസിക്ക് അയക്കും. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ എനിക്ക് വയ്യ കേട്ടോ, ഇതിപ്പോൾ തന്നെ മാറ്റിക്കളഞ്ഞേരം. അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിയാലോ, എനിക്ക് സൂചി കാണുന്നത് എന്നെ പേടിയാണ്. പിന്നെ മരുന്ന് കഴിക്കാനും മടിയുള്ള ആളാണ് ഞാൻ, ഇതിപ്പോൾ തന്നെ മാറ്റി തന്നേരേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കാര്യം മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഞാനിത് ഓർത്തപ്പോൾ ഞാൻ നോക്കിയപ്പം ആ സ്ഥലത്ത് ഒരു മുഴയും ഇല്ല, അത് മാഞ്ഞുപോയി. പിന്നെയുള്ള സാക്ഷ്യം, ഞാൻ അമ്മ മാതാവിനെയും ഉണ്ണീശ്വനെയും ഒരിക്കൽ സ്വപ്നം കണ്ടു. ഒരിക്കലല്ല, അമ്മ മാതാവിനും ഈശ്വനെയും ഇടയ്ക്ക് ഞാൻ കാണാറുള്ളതാണ് സ്വപ്നത്തിൽ. അപ്പോൾ ഇതുപോലെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ ഉണ്ണീശോയും അമ്മ മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാക്ഷ്യം എനിക്കുണ്ട്. ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങളാണ്. അതൊക്കെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യങ്ങളാണ്. എനിക്ക് എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ടായിരുന്നു. റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും എല്ലാ ദിവസവും കിട്ടുമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറവാണ്. ഇപ്പം അതിൻ്റേതായ ഒരു കുറവ് എനിക്കുണ്ട്. കാരണം പ്രാർത്ഥനയൊക്കെ ഒന്നൊക്കെ ഇച്ചിരി കുറവുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞ് എന്തെങ്കിലും ഒരു സങ്കടം വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ അമ്മ മാതാവ് ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മെഴുകുതിരിയിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരാറുണ്ട്. അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട്, എനിക്ക് ഏറ്റവും എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അത് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്മ മാതാവിനെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈശോ അപ്പ എന്നോട് നേരിട്ട് ഉറക്കത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഇപ്പോഴും ഞാൻ നിയോഗമൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ തവണ എനിക്കില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എൻ്റെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ കുറേ ടെൻഷനും കാര്യം. പക്ഷേ ഞാൻ നിയോഗമൊന്നും എഴുതിയിട്ടില്ല. അമ്മ മാതാവ് എനിക്ക് നടത്തി തരും. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളെക്കാൾ നിയോഗത്തിൽ വെക്കാത്ത വേണ്ട കാര്യങ്ങൾ വീട്ടിൽ എന്താണോ അത്യാവശ്യം അതാണ് എനിക്ക് അമ്മ കൂടുതൽ നടത്തി തരുന്നത്. അതിന് അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഞാൻ എല്ലാവർക്കും അടുത്തുള്ള ഹിന്ദുക്കളാണേലും മുസ്ലിംസ് ആണേലും പിന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്, പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച 2 പൊതി ചോറ് വീതം ഞാൻ കൊടുത്തു വിടാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുടങ്ങിയേക്കുവാണ്. വീണ്ടും അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാവങ്ങൾ സുഖമില്ലാത്തവർക്കൊക്കെ സാമ്പത്തികമായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ജപമാല ഒരെണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട്, എങ്കിലും കഴിവതും മുടങ്ങാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും തന്നെ അമ്മ മാതാവിന് ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി. ഞാൻ കുമരകത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മെയ് 8-നാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്കൊരു പത്രം കിട്ടിയത് വഴിയാണ് ഞാൻ ഇവിടെ വരാൻ സാധിച്ചത്. എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി ഞാൻ
പുറകിലോട്ട് ഞങ്ങളുടെ അടുക്കള ഭാഗത്തോട്ട് ഞാൻ ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ ചെരുപ്പ് ഞാൻ കൊണ്ട് ഇടുന്നതല്ല, അവിടെ ഇറങ്ങി ഞാൻ വേസ്റ്റ് കളഞ്ഞ് തിരിച്ച് അകത്തോട്ട് കയറാനും ഞാനോർത്ത് ചെരുപ്പ് ഇതെപ്പോഴാണ് ഞാനിങ്ങനെ ഇവിടെ ഇട്ടേന്ന് ഓർത്ത് ഞാനത് ചവിട്ടി നിൽക്കുക. ചെരുപ്പാന്നോർത്ത് ചെരുപ്പ് ചവിട്ടി നിന്ന് അന്ന് അപ്പുറേ കൂടി പോകാമെന്നോർത്ത് ഞാൻ ഒരു കാല് ചവിട്ടി അടുത്ത കാലെടുത്തപ്പോൾ ഈ ചെരുപ്പ് അവിടെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോകും. ഞാൻ അതിൻ്റെ ചെരുപ്പാന്ന് ഓർത്ത് ചവിട്ടിയത് പാമ്പിനെ ആയിരുന്നു. പാമ്പ് ഇഴഞ്ഞു പോകുമായിരുന്നു. ചേരയായിരിക്കും എന്നോർത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഒരു ചേര വന്ന് നമുക്കതിനെ കൊല്ലാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊത്തിലോട്ട് പോയി. പൊത്തിന്ന് അത് അടിച്ചിറങ്ങിയപ്പോൾ അത് ഒരു മൂർഖം പാമ്പായിരുന്നു, ഒരു ഇടത്തരം മൂർഖം പാമ്പ്. ശകലം നേരം കഴിഞ്ഞിരുന്ന എന്നെ കൊത്തിന്ന് ഞാൻ അന്നേരം മരിച്ചു. അത്രയ്ക്ക് വിഷമുള്ള പാമ്പായിരുന്നു. പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പടി ആരാധനയിൽ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമെന്ന് പറഞ്ഞാൽ ഇത് വലിയ ഒരു അത്ഭുതമായ കാര്യമായിരുന്നു എനിക്ക് നടന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആരാധനയെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു കണ്ടം വിൽക്കാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ കടബാധ്യത മാറുകയുള്ളൂ. അത് ഞങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് ആ കണ്ടം വാങ്ങിച്ചതായിരുന്നു. അത് ആളുകൾ പിന്നെ 4 ലക്ഷം രൂപ കുറഞ്ഞ് തരുവുള്ളൂ എന്നായി. ഞാനപ്പോൾ ഒരു ആരാധനയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ അന്നേരം ആരാധനയിൽ പറയുന്നു, 1 വർഷമായി ഞങ്ങളുടെ കടം മാറാനായിട്ട് ഇതേ പറ്റുള്ളൂ, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുന്ന ആരാധനയിൽ പറഞ്ഞു, 1 വർഷമായി മാനസികമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊരു പരിഹാരം കാണുന്നെന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ ഭർത്താവ് അവിടെ വളയിടാൻ പോയിരിക്കുമായിരുന്നു. അച്ഛൻ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ സമയം തന്നെ ആ കണ്ടത്തിന് 6 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്കത് വിൽക്കാനും ഞങ്ങളുടെ കടബാധ്യത ഒഴിവാക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. എന്നാൽ അച്ഛൻ ആരാധനയ്ക്ക് എസ് എന്ന അക്ഷരത്തെ തുടങ്ങുന്ന ആളുകളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് സമയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സംരക്ഷണം ഭയങ്കരമായ ആ സമയം നമുക്ക് അത് വ്യക്തമായി തെളിഞ്ഞതാണ്. അത് ആ നിമിഷം തന്നെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ആ സമയം തന്നെ അതിന് കച്ചവടമാകുകയായിരുന്നു. മാതാവിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണമായിരുന്നത്. മാതാവിന് എനിക്കത് സാധിച്ചു തന്നതിന് മാതാവിന് ഈശോയ്ക്ക് വളരെയേറെ നന്ദി പറയുന്നു. അതെനിക്ക് ശ്വാസം മുട്ടലായിരുന്നു, ഭയങ്കരമായ അലർജിയാണ്. ശ്വാസം മുട്ടലിന് 2 നേരം ഞാൻ മരുന്ന് വലിക്കണമായിരുന്നു. 2000 രൂപ 1 മാസത്തേക്ക് എനിക്ക് ഡോക്ടർക്ക് കൊടുക്കണം. എനിക്ക് ഒരു നേരം മരുന്ന് വലിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ വായും പൊളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് അവസരം കിട്ടി. അച്ഛൻ എൻ്റെ നെഞ്ചിലും പുറത്തും സൈറ്റ് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ശ്വാസം മുട്ടൽ 2021 5 വർഷമായിട്ട് എനിക്കിപ്പം ഒരു കുഴപ്പമില്ല, ശ്വാസം മുട്ടലേ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. തൊണ്ടയിൽ ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടയിൽ കൂടി പോകുന്നില്ല, ഭക്ഷണം തടഞ്ഞ് ഒരു ദശ പോലെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഡോക്ടറെ കാണിക്കാൻ എനിക്കൊരു പേടിയായിരുന്നു. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് തടസ്സപ്പെട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാനത് പോയില്ല. ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും തേനും പുരട്ടി പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് പൂർണ്ണമായി മാറി. എനിക്കിപ്പം ഭക്ഷണം കഴിക്കുന്നതിനും എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇതെല്ലാം തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും വളരെയേറെ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുകയും സാക്ഷ്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എല്ലാ ആളുകൾക്കും കൊടുക്കും. ആത്മീയമായിട്ട് എനിക്ക് 6 വർഷമായി ഞാൻ ഈ ഉടമ്പടി തന്നെയാണ് നിൽക്കുന്നത്. കൊറോണയുടെ സമയത്തും എല്ലാ സമയങ്ങളിലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനും മാതാവിനോട് ചേർന്ന് പോകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും കുടുംബ പ്രാർത്ഥന ഇന്ന് വരെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറില്ലായിരുന്നു. പക്ഷേ ഇത് എല്ലാവരും കൂടി പൂർണ്ണമായിട്ടും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.